നമസ്കാരം. ഞാനിപ്പോൾ കൊല്ലം കുടുംബ കോടതിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 40 ദിവസത്തിലധികമായിട്ട് കൊല്ലം കുടുംബ കോടതിയിൽ ജഡ്ജി ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. ദിവസം ഏതാണ്ട് 200ഓളം കേസുകളാണ് ദൈനംദിനം ഇവിടെ വിളിക്കുന്നതും അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള കോടതി നടപടികൾ നടക്കുന്നത്. ഏതാണ്ട് 3000-ൽ-അധികം കേസുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ 1000-ഓളം കേസുകൾ പെൻഡിങ് ഇരിക്കുന്നു. 200ഓളം കേസുകൾ ദൈനംദിനം പരിഹരിക്കേണ്ട 40 ദിവസങ്ങളായിട്ട് ഈ കുടുംബ കോടതിയിലുള്ള കേസുകളെല്ലാം പെൻഡിങ്ങിലാണ്. നമുക്കറിയാം, കുടുംബ കോടതി എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവുമുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ കയ്യിൽ കിട്ടാൻ വേണ്ടിയുള്ളത്, അവർക്ക് അംശാദായം കിട്ടാനുള്ളത്, മാസം തോറും, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് കുടുംബ കോടതിയിലുള്ളത്. നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാനസികമായ പ്രശ്നങ്ങൾ പോലും അവർ കുടുംബ കോടതി വഴി കേസുകൾ കൊടുത്ത് പരിഹരിച്ച് മറ്റൊരു ജീവിതം തേടി സുഖമായിട്ട് കഴിയാൻ വേണ്ടി ഒക്കെയാണ് കുടുംബ കോടതിയെ സമീപിക്കുന്നത്. ആ കുടുംബ കോടതിയാണ് ഏതാണ്ട് 40 ദിവസത്തിലധികം ഇവിടെ അത് പരിഹരിക്കേണ്ട ജഡ്ജി ഇല്ലാതിരിക്കുന്നത്. അതിന് എത്രയും പെട്ടെന്ന് അവിടെ നിയമനം ഉണ്ടാകണമെന്നാണ് കക്ഷികളായിട്ടുള്ളവരെയും അഭിഭാഷകരുടെയൊക്കെ അഭിപ്രായം. ഇത്രയും നാൾ നീണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ സമയത്താണ് കുട്ടികളെ കയ്യിൽ 10 ദിവസം നോക്കാനോ കാണാനോ ഒക്കെ കിട്ടാനുള്ള വിധികൾക്ക് വേണ്ടിയും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കക്ഷികളെല്ലാം വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥകളാണ്. ഈ വക്കീലന്മാർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇത്രയും ദിവസം ഒരു വീഴ്ച ഉണ്ടാകുന്നത് അത് അത്രയും നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. എങ്കിൽ തന്നെയും കുടുംബ കോടതിയിലുള്ള ജഡ്ജിയെ എത്രയും പെട്ടെന്ന് തന്നെ കുടുംബ കോടതിയിൽ കൊല്ലത്ത് നിയമിക്കണമെന്നാണ് ഇവിടുത്തെ അഭിഭാഷകരും ഇവിടെ കക്ഷികളായിട്ട് എത്തുന്നവരുടെ അഭിപ്രായം. എന്തായാലും അതൊരു വീഴ്ച തന്നെയാണ്. അത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ വേണ്ടി, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിഹാരം കാണാൻ വേണ്ടിയാണ് കോടതിയെ സമീപിക്കുന്നത്. കേസുകൾ തന്നെ മാറ്റി വെക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഓരോ തെളിവെടുപ്പിനും അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടി ദിവസങ്ങളും മാസങ്ങളും നീണ്ടുപോകുന്ന അവസ്ഥ ഉള്ളപ്പോഴാണ് ഇപ്പോൾ ജഡ്ജി ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നീണ്ടുപോകേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് പരവൂർ ഉത്തരവാദിത്തമുള്ള ആ ജഡ്ജിയാണ് ഇവിടെ ഇപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദിവസം മാത്രമാണ് പരിഹാരം ഉണ്ടാവുക. ബാക്കിയുള്ള ഒരുപാട് കേസുകൾ അന്ന് പരിഹരിക്കേണ്ടി വരും. ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എന്തായാലും കൊല്ലത്തെ ജനങ്ങൾക്ക് കുടുംബ കോടതിയിൽ സമീപിച്ച് ഒരു നീതി കിട്ടാൻ വേണ്ടി അലയുന്ന സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കട്ടെ. ജഡ്ജിയുടെ നിയമന കാലാവധി കഴിഞ്ഞ് മാറിപ്പോൾ പുതിയ ജഡ്ജി വരേണ്ടതാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഇവിടുത്തെ സ്ഥിരമായിട്ട് കുടുംബ കോടതിയിൽ പോകുന്ന അഭിഭാഷകരുണ്ട്. നമുക്ക് ചോദിക്കാം, എന്താണ് സാർ ഇപ്പോഴത്തെ കൊല്ലത്തെ ഈ ഇത്രയും ദിവസം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ടായിരുന്ന ജഡ്ജി കഴിഞ്ഞ മാസം 30-ാം തീയതി റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത്. അതിനുശേഷം ചവറ ഫാമിലി കോടതിയുടെയും അതുപോലെ തന്നെ പരവൂർ ഫാമിലി കോടതിയുടെയും ജഡ്ജസിനാണ് അതിൻ്റെ അഡീഷണൽ ചാർജസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പം അത് ബുധനാഴ്ച ദിവസങ്ങളിലാണ് പരവൂർ ഫാമിലി കോടതി ജഡ്ജി ഇവിടെ കൊല്ലത്ത് വന്ന് സിറ്റിംഗ് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സിറ്റിംഗ് നടക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും കക്ഷികൾക്കും അഭിഭാഷകർക്കും ഉണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷേ ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സിൽ പുതിയ ജഡ്ജിയെ പോസ്റ്റ് ചെയ്യുന്നത് വരെ ഉണ്ടാകുന്ന ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ എല്ലാ കക്ഷികളും വക്കീലന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതലായിട്ട് മാഡത്തിൻ്റെ അടുത്ത് വരുന്ന ഈ വനിതകളാണോ ഈ കൂടുതൽ കൊണ്ടുവരുന്ന കേസ്, അതോ പുരുഷന്മാരായിട്ടുള്ളവരാണോ? രണ്ടു കൂട്ടരും വരുന്നവരാണ്. അപ്പം നമുക്കിപ്പം ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പം തൽക്കാലം MC കേസും CMB, അതായത് മെയിൻ്റനൻസ് എന്നുള്ള കേസുകൾ. MC എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കേസാണ്. CMB എന്ന് പറയുന്നത് അതിന്മേൽ ഉത്തരവിൽ മേൽ കൊടുക്കുന്നതാണ്, എക്സിക്യൂഷൻ നടപടിയാണ്. അപ്പം ഈ 2 കേസുകളും നമ്മളിപ്പം ബുധനാഴ്ച ദിവസങ്ങളിൽ സിറ്റിംഗ് ഉള്ള ജഡ്ജിമാർ വിളിക്കാറില്ല. അപ്പം ഇപ്പോൾ സ്കൂൾ തുറപ്പൊക്കെയാണ്. അപ്പം ഈ വെക്കേഷനാണ്. ഇപ്പോൾ 2 മാസമായിട്ട് സ്കൂളുകൾ അവധിയുണ്ട്. അപ്പോൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ കുട്ടികളെ കൈവശം കുറച്ച് നാൾ കൂടെ 2 ആഴ്ച ഒരാഴ്ചയൊക്കെ നിർത്താൻ വേണ്ടി ഈ സമയത്തൊക്കെ വരുമ്പോൾ ഇത്തരം ഒരു സാഹചര്യം അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലേ? സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അർജൻസിയൊക്കെ ഉള്ള മാറ്റേഴ്സ് പരൂർ കോടതി കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ IA ഇട്ടാൽ അത് പരൂർ കോടതി ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് മാഡം അവിടെ നമുക്ക് വേണ്ടി സിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അർജൻറ്റ് മാറ്റേഴ്സ് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ MCയും CMBയും വിളിക്കാത്തതുകൊണ്ട് കക്ഷികൾക്ക് മെയിൻ്റനൻസിൻ്റെ ചിലവ്, കുട്ടികൾക്ക് ഇപ്പം സ്കൂൾ തുറക്കാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റേതായ പേയ്മെൻ്റ് ഒന്നും
ഉള്ള കേസുകൾ വിളിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കക്ഷികൾക്ക് ആ പേയ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഉടനെ നിയമനം നടക്കുന്ന എന്തെങ്കിലും അറിവ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഉടനെ വെക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ പുതിയ നിയമനം ഉണ്ടാവുമെന്നാണ് നമ്മൾക്ക് അറിവ് കിട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി കോടതി വരുന്നവർ നമ്മളിപ്പം ഭാര്യയ്ക്ക് മറ്റൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ നിയമപരമല്ലാത്ത രീതിയിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ പറയുന്നത് സത്യമല്ലാത്ത രീതിയിൽ ഇങ്ങനെ കേസ് അതേണക്ക് തന്നെ ഭർത്താവിന് മറ്റൊരു ജീവിതം ആഗ്രഹമുണ്ട്, ഭാര്യയായിട്ട് ജീവിച്ചിരിക്കുകയാണ്, ഭാര്യയുടെ മേളിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് ഭർത്താവ് വരുന്നത്, അങ്ങനെയുള്ള കേസുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? കുറച്ച് കോടതിയാണ് തിരിച്ചറിയേണ്ടത്. നമുക്ക് വരുന്ന കക്ഷികളെ നമുക്ക് സംരക്ഷിക്കുക എന്നാണ്. അപ്പോൾ അത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് വിലയിരുത്തിയും ഒരു അഭിഭാഷക എന്ന നിലയിൽ അത് വിലയിരുത്തിയിട്ട് അതിന് പറഞ്ഞു കൊടുക്കാറുണ്ടോന്ന് അങ്ങ് ഉപദേശിക്കാറുണ്ട്. നമ്മളിപ്പം ഒരു കക്ഷി വന്നു കഴിഞ്ഞാൽ അവരെ ഫുൾ ഹിസ്റ്ററി എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിഞ്ഞു എന്ന് വരെ എന്താണ് അവരുടെ ജീവചരിത്രം, ജീവിതത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളെന്നും ഞാനൊരു ബുക്കിൽ എഴുതി മേടിക്കും. അത് കഴിഞ്ഞ കാര്യം എല്ലാം അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടുള്ളവർ കാണും. അപ്പം എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഞാനൊരു 80 പേജിൻ്റെ 120 പേജിൻ്റെ ബുക്കിൽ അവരുടെ അവരെ കഥ എഴുതിക്കൊണ്ട് വരാൻ പറയും. അതെൻ്റെ സൗകര്യപ്രദം ഞാനത് വായിച്ച് അതിൽ നിന്ന് ചിലപ്പം അവരുടെ ഭാഗത്ത് ചില ബുദ്ധിമുട്ടോ മിസ്റ്റേക്കൊക്കെ ആണെന്ന് നമുക്ക് കണ്ടാൽ അവരടുത്ത് പറയും, അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് കേസിന് പോയാൽ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ കേസിന് കൊടുക്കാൻ ഞാൻ മുതിരത്തുള്ളൂ. സൈഡും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ എന്താണ്, എന്ത് ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ കേസുകൾ വരാറുണ്ടോ? ഇതിൽ ഈ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭാര്യയോ ഭർത്താവോ സ്വന്തം കുടുംബജീവിതത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ കേസുകളുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാമല്ലോ. ഇപ്പം ചിലപ്പം ഭർത്താവ് ഗൾഫിലായിരിക്കും, ഭാര്യ നാട്ടിലായിരിക്കും. അപ്പം ഭർത്താവ് കറക്റ്റ് പൈസയൊക്കെ അയച്ചു കൊടുക്കും. അവർ ചിലപ്പം ഇല്ലീഗൽ റിലേഷൻഷിപ്പിലോട്ട് പെട്ടുപോകും. എത്രയോ കൊച്ചുങ്ങളെല്ലാം അന്നത്തെ കണക്കല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വ്യാപകമായിട്ടുണ്ട്. ഏതൊരാളുടെ വിരൽത്തുമ്പിൽ അവർക്ക് ഏത് മേഖലയിലും കടന്നു ചെല്ലാം. മുൻ കാലഘട്ടങ്ങളിലേക്കായും വളരെ അധികം കേസുകളാണ് ഈ ഫാമിലി കോടതിയിൽ വരുന്നത് അല്ലേ? അതാണ് കുറേയൊക്കെ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ട്, ചിലത് ആണുങ്ങളുടെ ഭാഗത്തും തെറ്റുള്ളതുണ്ട്. രണ്ട് ഭാഗത്തും ഇതായിട്ടുള്ളതുണ്ട്. ചിലത് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട്. പീഡനങ്ങൾ സഹിച്ചുകൊണ്ടുള്ള പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത് ആണുങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല, അവരെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയുടെയും സഹോദരങ്ങളിൽ നിന്നൊക്കെ നല്ല സ്വർണത്തിനും കൊണ്ടുവന്ന സ്വർണം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ധാരാളം ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളും ഉണ്ട്. ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ഭാരതത്തിൽ. അവിടെ ജുഡീഷ്യറിക്ക് 4 തൂണുകൾ, ഒരു തൂണ് തന്നെയാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറിലെ പ്രധാനപ്പെട്ട ഒരു കോടതി തന്നെയാണ് കുടുംബ കോടതി. മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് അവിടെ കോടതിയുടെ അടുത്ത് നിന്ന് ബന്ധുക്കാരും സ്വന്തക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ സംസാരിച്ചാലും തീരാത്ത കേസുകൾ അവർക്ക് കോടതിയിൽ നിന്ന് ഒരു നിയമനം, കോടതിയിൽ നിന്നൊരു ഉത്തരവ്, ഞാൻ ചെയ്ത ഭാഗം ശരിയാണ് അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങനെ ജീവിക്കണം, അവർ മാനസികമായിട്ടുള്ള സമാധാനത്തിനും സന്തോഷത്തിനും സമൂഹത്തിന് ഉന്നമനത്തിനകത്ത് നിൽക്കേണ്ട ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ കോടതി സമീപിക്കുന്നത്. അത്തരം കോടതികളിൽ അതൊരു വിധി കൽപ്പിക്കാൻ, അതിന് നേരായ മാർഗം ചൂണ്ടിക്കാണിക്കാൻ, ഒരു ഉത്തമമായ വിധി കൽപ്പിക്കേണ്ട ജഡ്ജിമാർ ആ കോടതികൾ ഇല്ലെന്നറിയുമ്പോൾ എന്തായാലും സമൂഹത്തിനും ജനങ്ങൾക്കും അഭിഭാഷകർക്കും ഇതേ കണക്ക് കേസിൽ സമീപിക്കുന്നവർക്ക് എല്ലാവർക്കും വിഷമമാകുന്ന ഒരു ദുഃഖകരമാകുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള നിരവധി കോടതികൾ, കേസുകൾ, ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകൾ, അങ്ങനെ പലവിധ കോടതികളുണ്ടെങ്കിൽ അവിടെ പിന്നെയും നമുക്കൊരു 10 ദിവസം താമസിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. പക്ഷേ കുടുംബ കോടതി ജനങ്ങൾക്കും മനുഷ്യനും ആവശ്യമായിട്ടുള്ള ഒരു കോടതിയാണ് പ്രത്യേകമായിട്ടുള്ള. ആ കോടതിയിൽ ഇത്രയും ദിവസം നീണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതിനൊരു മാറ്റം, അതിനെ നിയമനം നടത്തേണ്ടവർ ഉടനെ തന്നെ അത്തരം നമ്മുടെ കൊല്ലം കുടുംബ കോടതിയിൽ നിയമനം നടത്തട്ടെ. ഈ ജനങ്ങൾക്ക് അവർ മറ്റുള്ള കോടതികളിൽ അലഞ്ഞു തിരിഞ്ഞ് വീണ്ടും പോകാൻ ഉള്ള അവസരം ഉണ്ടാക്കാതെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അധികാരപ്പെട്ടവർ തീർച്ചയായിട്ടും കൊല്ലം കുടുംബ കോടതിയിൽ ഉടൻ തന്നെ ഒരു ജഡ്ജിയെ നിയമിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മലയാളി വാർത്ത, രാംഭദ്രൻ.